ദാനിയേൽ 1. യെഹൂദാ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു അതിനെ നിരോധിച്ചു. കർത്താവ് യെഹൂദാ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കൈയിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്തു തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പെനാസിനോടു ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ചു. അംഗഭമില്ലാത്തവരും സുന്ദരന്മാരും സകലജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. രാജാവ് അവർക്കു രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ടു അവർ രാജസന്നിധിയിൽ നിൽക്കേണം എന്നു കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവു, മീശായേൽ, അസര്യാവു എന്നീ യെഹൂദാപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്കു പേരിട്ടു. ദാനിയേലിന്നു അവർ ബേൽത്ത്ശസ്സർ എന്നും ഹനന്യവെന്നു ശദ്രക്ക് എന്നും മീശായേലെന്നു മേശക്ക് എന്നും അസര്യാവെന്നു അബേദ്നെഗോ എന്നും പേരുവിളിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്നു ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്കു അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്നു ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന്നു ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോടു, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സംപ്രായക്കാരായ ബാലന്മാരുടേതിനോടു ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നതു എന്തെന്നു? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്കു അപകടം വരുത്തും എന്നു പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിന്നും ഹനന്യാവിന്നും മീശായേലിന്നും അസറിയാവിന്നും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോടു, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാകപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക, പിന്നെ കാണുന്നതുപോലെ അടിയങ്ങളോട് ചെയ്തുകൊള്ളുക എന്നു പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചുവന്ന സകലബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്നു കണ്ടു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്കു ശാകപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകലവിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സമാർത്ഥ്യവും കൊടുത്തു. ദാനിയേൽ സകലദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ചു വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസരിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവു അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ചു ദാനിയേൽ, ഹനന്യാവു, മീശായേൽ, അസറിയാവു എന്നിവർക്കു തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്കു നിന്നു. രാജാവു അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിൽ ഒക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലാടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്നു കണ്ടു. ദാനിയേലോ കോരെസ് രാജാവിന്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. ദാനിയേൽ 2. നെബൂഖദ്നേസരിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സു വ്യാകുലപ്പെട്ടു. അവനു ഉറക്കമില്ലാതെയായി. രാജാവിനെയാട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പാൻ രാജാവു കൽപ്പിച്ചു. അവർ വന്നു രാജസന്നിധിയിൽ നിന്നു. രാജാവു അവരെയാടു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഓർക്കാഞ്ഞിട്ടു എന്റെ മനസ്സു വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്നു കൽപ്പിച്ചു. അതിന്നു കൽദയർ അരാമ്യ ഭാഷയിൽ രാജാവിനെയാടു, രാജാവു ദീർഘായുസ്സായിരിക്കട്ടെ, സ്വപ്നം അടിയങ്ങളെയാട് കൽപ്പിച്ചാലും അർത്ഥം വ്യാധിപ്പിക്കാം എന്നുണർത്തിച്ചു. രാജാവു കൽദയരെയാടു ഉത്തരം അരുളിയതു, വിധി കൽപ്പിച്ചു പേയായി. സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷ്ണംകഷ്ണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും. സ്വപ്നവും അർത്ഥവും അറിയിച്ചാലയാ നിങ്ങൾക്കു സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും. അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പിൻ. അവർ പിന്നെയും, രാജാവു സ്വപ്നം അടിയങ്ങളെയാട് കൽപ്പിച്ചാലും അർത്ഥം വ്യാധിപ്പിക്കാം എന്നു ഉണർത്തിച്ചു. അതിന്നു രാജാവു മറുപടി കൽപ്പിച്ചതു, വിധികൽപ്പിച്ചുപയായി എന്നു കണ്ടിട്ടു നിങ്ങൾ കാലതാമസം വരുത്തുവാൻ നയാക്കുന്നു എന്നു എനിക്ക് മനസ്സിലായി.
നിങ്ങൾ സ്വപ്നം അറിയിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധി മാത്രമേയുള്ളൂ. സമയം മാറുവയാളം എന്റെ മുമ്പിൽ വ്യാജവും പൊളിവാക്കും പറവാൻ നിങ്ങൾ യാചിച്ചിരിക്കുന്നു. സ്വപ്നം പറവിൻ, എന്നാൽ അർത്ഥവും അറിയിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്നു എനിക്ക് ബോധ്യമാകും. കൽദേർ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചതു, രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിൽ ഇല്ല. എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയാടെയാ ആഭിചാരകനെയാടെയാ കൽദേനയാടെയാ ഒരിക്കലും ചെയ്യാതിച്ചിട്ടില്ല. രാജാവു ചെയ്യാതിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുമ്പിൽ അതു അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ഇതു ഹേതുവായിട്ടു രാജാവു കേയാപിച്ചു അത്യന്തം ക്രുദ്ധിച്ചു ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പു പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടുകാരനെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്നാൽ രാജാവിന്റെ അകമ്പടി നായകനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ടു അറിയാക്കിനെയാട് ദാനിയേൽ ബുദ്ധിയാടും വിവേകത്തെയാടും കൂടെ ഉത്തരം പറഞ്ഞു. രാജസന്നിധിയിൽ നിന്നു ഇത്ര കഠിനകൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്തു എന്നു അവൻ രാജാവിന്റെ സേനാപതിയായ അറിയാക്കിനെയാട് ഛേദിച്ചു. അറിയാക്കി ദാനിയേലിനെയാട് കാര്യം അറിയിച്ചു. ദാനിയേൽ അകത്തു ചെന്നു രാജാവിനെയാട് തനിക്ക് സമയം തരേണം എന്നും താൻ രാജാവിനെയാട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്നു താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരെയാടുകൂടെ നശിച്ചുപോയാകാതിരിക്കേണ്ടെന്നു. ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരനായ ഹന്യാവയാടും മീശായേലിനെയാടും അസറിയാവയാടും കാര്യം അറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിനു രാത്രിദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞതു, ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്കു ജ്ഞാനവും വിവേകികൾക്കു ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായതു വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിൽ ഉള്ളതു അറിയുന്നു. വെളിച്ചം അവനെയാടുകൂടെ വസിക്കുന്നു. എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളയാവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നെയാടു അപേക്ഷിച്ചതു ഇപ്പയാൾ എന്നെ അറിയിച്ചു രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. അതുകൊണ്ട് ദാനിയേൽ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിപ്പാൻ രാജാവു നിയോഗിച്ചിരുന്ന അറിയാക്കിന്റെ അടുക്കൽ ചെന്നു അവനെയാടു, ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുതു, എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോയാകേണം. ഞാൻ രാജാവിനെ അർത്ഥം ബോധിപ്പിക്കാം എന്നു പറഞ്ഞു. അറിയാക്കി ദാനിയേലിനെ വേഗം രാജസന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവിനെ അർത്ഥം ബോധിപ്പിക്കേണ്ടതെന്നു യഹൂദാപ്രവാസികളിൽ ഒരുത്തനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നു ഉണർത്തിച്ചു. ബേൽത്ശസ്സർ എന്നും പേരുള്ള ദാനിയേലിനെയാട് രാജാവു, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമയാ എന്നു ഛേദിച്ചു. ദാനിയേൽ രാജസാന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചതു, രാജാവു ഛേദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ടു. അവൻ ഭാവികാലത്ത് സംഭവിപ്പാനിരിക്കുന്നതു നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിൽ ഉണ്ടായ ദർശനങ്ങളും ആവിതു. രാജാവേ, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നതു എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ചു തിരുമനസ്സിൽ ഉണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിപ്പാനിരിക്കുന്നതു അറിയിച്ചുമിരിക്കുന്നു. എനിക്കയാ ജീവനെയാടിരിക്കുന്ന യാതൊരുത്തനേക്കാളും അധികമായ ജ്ഞാനം ഒന്നും ഉണ്ടായിട്ടല്ല. രാജാവിനെയാടു അർത്ഥം ബോധിപ്പിക്കേണ്ടതെന്നും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതെന്നും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നതു. രാജാവു കണ്ട ദർശനമേയ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിഷയാഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളികൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പുകൊണ്ടു. കാൽ പാതി ഇരുമ്പുകൊണ്ടും പാതി കളിമണ്ണുകൊണ്ടും ആയിരുന്നു. തിരുമനസ്സുകൊണ്ട് നെയാക്കിക്കൊണ്ടിരിക്കുമ്പയാൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞുവന്നു ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്തു കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപയാലെ തകർന്നു വേനൽക്കാലത്തു കളത്തിലെ പതിർപയാലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതവണ്ണം കാറ്റു അവയെ പറപ്പിച്ചു കൊണ്ടുപോയായി. ബിംബത്തെ അടിച്ച കല്ലു ഒരു മഹാപർവ്വതമായി തീർന്നു ഭൂമിയിൽ ഒക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം, അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സു അറിയിക്കാം. രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാധിരാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു.
എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു, പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ടുതന്നെ. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജത്വവും സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജത്വവും ഉദ്ഭവിക്കും. നാലാമത്തെ രാജത്വം ഇരുമ്പുപയാലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പു സകലത്തെയും തകർത്തു കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പുപയാലെ അതു അവയെ ഒക്കെയും ഇടിച്ചു തകർത്തുകളയും. കാലും കാൽ വിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താൽപര്യമേയ അതു ഒരു ഭിന്നരാജത്വം ആയിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുയാലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടു ആയിരുന്നതുപയാലെ രാജത്വം ഒട്ടു ബലമുള്ളതും ഒട്ടു ഉടഞ്ഞുപയാകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താൽപര്യമേയ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നതുപയാലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരുനാളും നശിച്ചുപോയാകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും. ആ രാജത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അതു ഈ രാജത്വങ്ങളെ ഒക്കെയും തകർത്തു നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ലു പർവ്വതത്തിൽ നിന്നു പറഞ്ഞുവന്നു, ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തുകളഞ്ഞതായി കണ്ടതിന്റെ താൽപര്യമേയ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളതു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവും ആകുന്നു. അപ്പയാൾ നെബൂഖദ്നേസർ രാജാവു സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവന്നു ഒരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്നു കൽപ്പിച്ചു. രാജാവു ദാനിയേലിനെയാടു, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാധി ദൈവവും രാജാധികർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യം എന്നു കൽപ്പിച്ചു. രാജാവു ദാനിയേലിനെ മഹാനാക്കി അവന്നു അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകലവിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കിവെച്ചു. ദാനിയേലിന്റെ അപേക്ഷപ്രകാരം രാജാവു ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗയാവെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകരാക്കി. ദാനിയേലെയ രാവിന്റെ കെയാവിലകത്തു പാർത്തു. ദാനിയേൽ 3. നെബൂഖദ്നേസർ രാജാവു പൊന്നുകൊണ്ടു ഒരു ബിംബം ഉണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്തു ദൂരാസമഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജാവു പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാരവിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവു നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാരവിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവു നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി. നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തിന്റെ മുമ്പാകെ നിന്നു. അപ്പയാൾ ഖയാശകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതു, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളയാരെ നിങ്ങളെയാട് കൽപ്പിക്കുന്നതെന്തെന്നാൽ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധവാദ്യനാദവും കേൾക്കുമ്പയാൾ നിങ്ങൾ വീണു നെബൂഖദ്നേസർ രാജാവു നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. അതുകൊണ്ട് സകലവംശങ്ങളും കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ മുതലായ സകലവിധ വാദ്യനാദവും കേട്ടപ്പയാൾ സകലവംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണു നെബൂഖദ്നേസർ രാജാവു നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിച്ചു. എന്നാൽ ആ സമയത്തു ചില കൽദേർ അടുത്തുവന്നു യഹൂദന്മാരെ കുറ്റം ചുമത്തി. അവർ നെബൂഖദ്നേസർ രാജാവിനെ ബയാധിപ്പിച്ചതു, രാജാവു ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവേ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണു സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണു നമസ്കരിക്കാതെയിരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയുമെന്നും ഒരു തീർപ്പു കൽപ്പിച്ചുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗയ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കയാ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കയാ ചെയ്യുന്നില്ല. അപ്പയാൾ നെബൂഖദ്നേസർ ഉഗ്രകയാപവും ക്രയാധവും പൂണ്ടു ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗയാവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരെയാട് കൽപ്പിച്ചതു, ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗയാവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കയാ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കയാ ചെയ്യുന്നില്ല എന്നുള്ളതു നേർതന്നെയാ.
ഇപ്പയാൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്തു നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നിന്നു നമസ്കരിക്കാതെയിരുന്നാലെയാ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്നു വിടുവിക്കാകുന്ന ദേവൻ ആർ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനെയാടു, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനു ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നു അറിഞ്ഞാലും എന്നു ഉത്തരം പറഞ്ഞു. അപ്പയാൾ നെബൂഖദ്നേസരിന്നു കെയാപം മുഴുത്തു ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ 7 മടങ്ങു ചൂടുപിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരെയാട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും ബന്ധിച്ചു എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളെയാടുകൂടെ ബന്ധിച്ചു എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും എടുത്തുകൊണ്ടുപോയായ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചുകളഞ്ഞു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരെയാ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവു ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റു മന്ത്രിമാരെയാടു, നാം 3 പുരുഷന്മാരെ അല്ലയാ ബന്ധിച്ചു തീയിൽ ഇട്ടതു ഇന്നു ചെയ്യാതിച്ചതെന്നു അവർ. സത്യം തന്നെ രാജാവേ എന്നു രാജാവിനെയാടു ഉണർത്തിച്ചു. അതിന്നു അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നതു ഞാൻ കാണുന്നു, അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനെയാട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്തു ചെന്നു, അത്യുന്ന ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ, പുറത്തുവരുവിൻ എന്നു കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്നു പുറത്തുവന്നു. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി. ആ പുരുഷന്മാരുടെ ദേഹത്തിനു തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്കു കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണമ്പയാലും തട്ടാതെയും ഇരുന്നതു കണ്ടു. അപ്പയാൾ നെബൂഖദ്നേസർ കൽപ്പിച്ചതു, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തദൈവത്തെയല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കയാ നമസ്കരിക്കയാ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പനക്കൂടെ മറുത്തു തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്കൊണ്ടു ഏതു ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിനു വിരയാധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്നു ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവു ശദ്രക്കിന്നും മേശക്കിന്നും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്തു സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചുകൊടുത്തു. ദാനിയേൽ 4. നെബൂഖദ്നേസർ രാജാവു സർവ്വഭൂമിയിലും പാർക്കുന്ന സകലവംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നതു, നിങ്ങൾക്കു ശുഭം വർദ്ധിച്ചുവരട്ടെ. അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നതു നന്നെന്നു എനിക്ക് തോന്നിയിരിക്കുന്നു. അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ! അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ! അവന്റെ രാജത്വം എന്നേക്കുമുള്ള രാജത്വവും അവന്റെ ആധിപത്യം തലമുറതലമുറയായുള്ളതും ആകുന്നു. നെബൂഖദ്നേസർ എന്ന ഞാൻ എന്റെ അരമനയിൽ സ്വൈരമായും എന്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതുനിമിത്തം ഭയപ്പെട്ടു, കിടക്കയിൽ വെച്ചു എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു. സ്വപ്നത്തിന്റെ അർത്ഥം അറിയിക്കേണ്ടതെന്നു ബാബേലിലെ സകലവിദ്വാൻമാരെയും എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ കൽപ്പിച്ചു. അങ്ങനെ മന്ത്രവാദികളും ആഭിചാരകന്മാരും കൽദേരും ശകുനവാദികളും അകത്തുവന്നു. ഞാൻ സ്വപ്നം അവരെയാട് വിവരിച്ചു പറഞ്ഞു. അവർ അർത്ഥം അറിയിച്ചില്ല താനും. ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയപ്രകാരം ബേൽത്ശസ്സർ എന്നു പേരുള്ളവനും വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എന്റെ മുമ്പിൽ വന്നു. അവനെയാട് ഞാൻ സ്വപ്നം വിവരിച്ചതെന്തെന്നാൽ, മന്ത്രവാദി ശ്രേഷ്ഠനായ ബേൽത്ശസ്സരേ, വിശുദ്ധദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നതുകൊണ്ടു ഞാൻ കണ്ട സ്വപ്നത്തിന്റെ താൽപര്യവും അർത്ഥവും പറക. കിടക്കയിൽ വെച്ചു എനിക്ക് ഉണ്ടായ ദർശനമാവിതു, ഭൂമിയുടെ നടുവിൽ ഞാൻ ഒരു വൃക്ഷം കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ആ വൃക്ഷം വളർന്നു ബലപ്പെട്ടു.
അതു ആകാശത്തെയാളം ഉയരമുള്ളതും സർവ്വഭൂമിയുടെയും അറ്റത്തെയാളം കാണാകുന്നതും ആയിരുന്നു. അതിന്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയും ആയിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരം ഉണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിന്റെ കീഴെ തണലിച്ചു വന്നു. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. സകലജലവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചുപയാന്നു. കിടക്കയിൽ വെച്ചു എനിക്ക് ഉണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, സ്വർഗ്ഗത്തിൽ നിന്നു ഇറങ്ങിവരുന്നതു ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതു, വൃക്ഷം വെട്ടിയിട്ടു, അതിന്റെ കൊമ്പു മുറിച്ചു, ഇല കുടഞ്ഞു, കായ് ചിതറിച്ചുകളവിൻ, അതിന്റെ കീഴിൽ നിന്നും മൃഗങ്ങളും കൊമ്പുകളിൽ നിന്നു പക്ഷികളും പോയിക്കൊള്ളട്ടെ. അതിന്റെ താഴെ വേരയാ വയലിലെ ഇളമ്പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തെയാടെ ഭൂമിയിൽ വെച്ചേക്കുവിൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ടു നനയട്ടെ. അവന്നു മൃഗങ്ങളെയാടുകൂടെ നിലത്തെ പുല്ലു ഉപജീവനം ആയിരിക്കട്ടെ. അവന്റെ മാനുഷ സ്വഭാവം മാറി മൃഗസ്വഭാവമായി തീരട്ടെ. അങ്ങനെ അവന്നു 7 കാലം കഴിയട്ടെ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്കു ബയാധിച്ചോന്നു കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്നു ജീവനെയാടിരിക്കുന്നവർ അറിയേണ്ടതെന്നു ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. നെബൂഖദ്നേസർ രാജാവായ ഞാൻ ഈ സ്വപ്നം കണ്ടു. എന്നാൽ ബേൽത്ശസ്സരേ, എന്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്കു ആർക്കും അതിന്റെ അർത്ഥം അറിയിപ്പാൻ കഴിയായിക്കൊണ്ടു നീ അതിന്റെ അർത്ഥം അറിയിച്ചു തരേണം. വിശുദ്ധദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉള്ളതുകൊണ്ടു നീ അതിനു പ്രാപ്തനാകുന്നു. അപ്പയാൾ ബേൽത്ശസ്സർ എന്നും പേരുള്ള ദാനിയേൽ കുറെ നേരത്തേക്കു സ്തംഭിച്ചിരുന്നു. അവർ വിചാരങ്ങളാൽ പരവശനായി. രാജാവു അവനെയാടു, ബേൽത്ശസ്സരേ, സ്വപ്നവും അതിന്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുതേ എന്നു കൽപ്പിച്ചു. ബേൽത്ശസ്സർ ഉത്തരം പറഞ്ഞതു, യജമാനയെ, സ്വപ്നം തിരുമനസ്സിലെ ശത്രുക്കൾക്കും അതിന്റെ അർത്ഥം തിരുമനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ. വളർന്നു ബലപ്പെട്ടതും ആകാശത്തെയാളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തുനിന്നും കാണാകുന്നതും ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്കു പാർപ്പിടം ഉണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷം. രാജാവേ, വർദ്ധിച്ചു ബലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെ, തിരുമനസ്സിലെ മഹത്വം വർദ്ധിച്ചു ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറുതിവരെയും എത്തിയിരിക്കുന്നു. ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗ്ഗത്തിൽ നിന്നു ഇറങ്ങിവന്നു, വൃക്ഷത്തെ വെട്ടിയിട്ടു നശിപ്പിച്ചുകളവിൻ. എങ്കിലും അതിന്റെ താഴെ വേർ വയലിലെ ഇളമ്പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തെയാടുകൂടെ ഭൂമിയിൽ വെച്ചേക്കുവിൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ടു നനയട്ടെ. അവന്നു 7 കാലം കഴിയുന്നതുവരെ അവന്റെ ഉപജീവനം കാട്ടുമൃഗങ്ങളെയാടുകൂടെ ആയിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നതു രാജാവു കണ്ടുവല്ലോ. രാജാവേ, അതിന്റെ അർത്ഥം ഇതാകുന്നു, എന്റെ യജമാനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതനായവന്റെ വിധി ഇതുതന്നെ. തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്നു നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളെയാടുകൂടെയാകും. തിരുമേനിയെ കാളയെപ്പയാലെ പുല്ലു തീറ്റും. തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ടു നനയും. മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്കു ബയാധിച്ചവന്നു കൊടുക്കുകയും ചെയ്യുന്നുവെന്നു തിരുമനസ്സുകൊണ്ടു അറിയുന്നതുവരെ 7 കാലം കഴിയും. വൃക്ഷത്തിന്റെ താഴെ വേർ വെച്ചേക്കുവാൻ അവർ കൽപ്പിച്ചതയാ, വാഴുന്നതു സ്വർഗമാകുന്നു എന്നു തിരുമനസ്സുകൊണ്ടു ഗ്രഹിച്ചേഷം രാജത്വം തിരുമേനിക്കു സ്ഥിരമാകും എന്നത്രേ. ആകയാൽ രാജാവേ, എന്റെ ആലയാചന തിരുമനസ്സിലേക്കു പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്കു കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചുകൊള്ളുക. അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖാലം ദീർഘമായി നിൽക്കും. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിനു വന്നു ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ടു അവൻ ബാബേലിയെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇതു ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപമഹത്വത്തിനായിട്ടു രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലേയാ എന്നു രാജാവു പറഞ്ഞു തുടങ്ങി. ഈ വാക്കു രാജാവിന്റെ വായിൽ ഇരിക്കുമ്പയാൾ തന്നെ സ്വർഗ്ഗത്തിൽ നിന്നു ഒരു ശബ്ദം ഉണ്ടായതെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നെയാടു ഇതു കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്നു നീക്കിക്കളയും. നിന്റെ പാർപ്പുകാട്ടിലെ മൃഗങ്ങളെയാടുകൂടെ ആയിരിക്കും. നിന്നെ കാളയെപ്പയാലെ പുല്ലു തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്കു ബയാധിച്ചവന്നു കൊടുക്കുകയും ചെയ്യുന്നു എന്നു നീ അറിയുന്നതുവരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ ആക്കു നെബൂഖദ്നേസരിനു നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്നു നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽപയാലെയും അവന്റെ നഖം പക്ഷിയുടെ നഖംപയാലെയും വളരുന്നതുവരെ അവൻ കാള എന്നപയാലെ പുല്ലു തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ടു നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ടു നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗ്ഗത്തേക്ക് കണ്ണുയർത്തി. എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങിവന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു.
അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജത്വം തലമുറതലമുറയായുള്ളതും അല്ലോ. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തെയാടും ഭൂവാസികളെയാടും ഇഷ്ടംപയാലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനയാ നീ എന്തു ചെയ്യുന്നു എന്നു അവനാട് ചെയ്യാതിപ്പാനയാ ആർക്കും കഴിയുകയില്ല. ആ നേരത്ത് തന്നെ എന്റെ ബുദ്ധി മടങ്ങിവന്നു, എന്റെ രാജത്വത്തിന്റെ മഹത്വത്തിനായി എന്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങിവന്നു. എന്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എന്റെ രാജത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു, ശ്രേഷ്ഠമഹത്വം എനിക്കു അധികമായി സിദ്ധിച്ചു. ഇപ്പയാൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു പകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികൾ ഒക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവും ആകുന്നു. നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ദാനിയേൽ 5. ബേൽശസ്സർ രാജാവു തന്റെ മഹത്തുക്കളിൽ 1000 പേർക്കു ഒരു വലിയ വിരുന്നു ഒരുക്കി. അവർ കാൺകെ വീഞ്ഞു കുടിച്ചു. ബേൽശസ്സർ വീഞ്ഞു കുടിച്ചു രസിച്ചിരിക്കുമ്പയാൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്നു എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻ വെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്നു കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്നു രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചു പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പറുപ്പെട്ടു വിളയ്ക്കുന്നു നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിപ്പെത്തി രാജാവു കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി, അവൻ വിചാരങ്ങളാൽ പരവശനായി, അരയുടെ ഏപ്പു അഴിഞ്ഞു കാൽമുട്ടുകൾ ആടിപ്പയായി. രാജാവു ഉറക്കെ വിളിച്ചു, ആഭിചാരകന്മാരെയും കൽദേരെയും ശകുനവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവു ബാബേലിലെ വിദ്വാൻമാരെയാടു, ആരെങ്കിലും ഈ എഴുത്തു വായിച്ചു അർത്ഥം അറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ചു രാജ്യത്തിൽ മൂന്നാമനായി വാഴും എന്നു കൽപ്പിച്ചു. അങ്ങനെ രാജാവിന്റെ വിദ്വാൻമാരൊക്കെയും അകത്തുവന്നു. എങ്കിലും എഴുത്തു വായിപ്പാനും രാജാവിനെ അർത്ഥം അറിയിപ്പാനും അവർക്കു കഴിഞ്ഞില്ല. അപ്പയാൾ ബേൽശസ്സർ രാജാവു അത്യന്തം വ്യാകുലപ്പെട്ടു. അവന്റെ മുഖഭാവം മാറി, അവന്റെ മഹത്തുക്കൾ അമ്പരന്നുപയായി. രാജാവിന്റെ മഹത്തുക്കളുടെയും വാക്കു ഹേതുവായി രാജ്ഞി ഭയാജനശാലയിൽ വന്നു. രാജാവു ദീർഘായുസ്സായിരിക്കട്ടെ, തിരുമനസ്സുകൊണ്ടു വിചാരങ്ങളാൽ പരവശനാകരുതു, മുഖഭാവം മാറുകയും അരുതു. വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ടു. തിരുമേനിയുടെ അപ്പന്റെ കാലത്തു പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനംപയാലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവേ, തിരുമേനിയുടെ അപ്പൻ തന്നെ. ബേൽത്ശസ്സർ എന്നു പേരുവിളിച്ച ദാനിയേലിൽ ഉത്കൃഷ്ടമനസ്സും അറിവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും ഗൂഢാർത്ഥവാക്യ പ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കയാൽ രാജാവു അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദേർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. ഇപ്പയാൾ ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ അർത്ഥം വ്യാധിപ്പിക്കും എന്നു ഉണർത്തിച്ചു. അങ്ങനെ അവർ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവു ദാനിയേലിനെയാട് കൽപ്പിച്ചതു, എന്റെ അപ്പനായ രാജാവു യഹൂദയിൽ നിന്നു കൊണ്ടുവന്ന യഹൂദാപ്രവാസികളിൽ ഉള്ളവനായ ദാനിയേൽ നീ തന്നെയാ. ദേവന്മാരുടെ ആത്മാവു നിന്നിൽ ഉണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നു എന്നും ഞാൻ നിന്നെക്കുറിച്ചു കേട്ടിരിക്കുന്നു. ഇപ്പയാൾ ഈ എഴുത്തു വായിച്ചു അർത്ഥം അറിയിക്കേണ്ടതെന്നു വിദ്വാൻമാരെയും ആഭിചാരകന്മാരെയും എന്റെ മുമ്പാകെ വരുത്തിയിരുന്നു. എങ്കിലും കാര്യത്തിന്റെ അർത്ഥം അറിയിപ്പാൻ അവർക്കു കഴിഞ്ഞില്ല. എന്നാൽ അർത്ഥം പറവാനും സംശയഛേദനം ചെയ്യുവാനും നീ പ്രാപ്തനെന്നു ഞാൻ നിന്നെക്കുറിച്ചു കേട്ടിരിക്കുന്നു. ആകയാൽ ഈ എഴുത്തു വായിച്ചു അതിന്റെ അർത്ഥം അറിയിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ചു രാജ്യത്തിലെ മൂന്നാമനായി വാഴും. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ഉണർത്തിച്ചതു, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തന്നു കൊടുത്താലും എഴുത്തു ഞാൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു അർത്ഥം വ്യാധിപ്പിക്കാം. രാജാവേ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസരിനു രാജത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. അവന്നു നൽകിയ മഹത്വം ഹേതുവായി സകലവംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ടു വിറച്ചു. തനിക്കു വ്യാധിച്ചവനെ അവൻ കൊല്ലുകയും വ്യാധിച്ചവനെ ജീവനയാടെ വെക്കുകയും വ്യാധിച്ചവനെ ഉയർത്തുകയും വ്യാധിച്ചവനെ താഴ്ത്തുകയും ചെയ്തുവന്നു. എന്നാൽ അവന്റെ ഹൃദയം ഗർവിച്ചു, അവന്റെ മനസ്സു അഹങ്കാരത്താൽ കഠിനമായിപ്പയായ ശേഷം അവൻ രാജാസനത്തിൽ നിന്നു നീങ്ങിപ്പയായി. അവർ അവന്റെ മഹത്വം അവങ്കൽ നിന്നു എടുത്തുകളഞ്ഞു. അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്നു നീങ്ങി
അവന്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു. അവന്റെ പാർപ്പു കാട്ടുകഴുതകളെയാടുകൂടെ ആയിരുന്നു. അവനെ കാളയപ്പയാലെ പുല്ലു തീറ്റി. മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്കു ബയാധിച്ചവനെ അതിന്നു നിയമിക്കുകയും ചെയ്യുന്നു എന്നു അവൻ അറിഞ്ഞതുവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ടു നനഞ്ഞു. അവന്റെ മകനായ ബേൽശസ്സരേ, ഇതൊക്കെയും അറിഞ്ഞിട്ടു തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞുകടിച്ചു. കാണുവാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്നു, വെള്ളി, താമ്രം, ഇരുമ്പു, മരം, കല്ലു എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ചു ഈ എഴുത്തു എഴുതിച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തയാ മെനെ, മെനെ, തെക്കേൽ, ഊഫർസീൻ. കാര്യത്തിന്റെ അർത്ഥമാവിതു. മെനെ എന്നുവെച്ചാൽ ദൈവം നിന്റെ രാജത്വം എണ്ണി അതിന്നു അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്നുവെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്നുവെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ചു മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പയാൾ ബേൽശസ്സരിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴും എന്നു അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി. ആ രാത്രിയിൽ തന്നെ കൽദേ-രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാറിയാവേശ് 62 വയസ്സുള്ളവനായി രാജത്വം പ്രാപിച്ചു. ദാനിയേൽ 6. രാജ്യം ഒക്കെയും ഭരിക്കേണ്ടതെന്നു രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാറിയാവേശിനു ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിനു നഷ്ടം വരാതിരിക്കേണ്ടതെന്നു പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്കു ബയാധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവു അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ചു ദാനിയേലിനു വിരയാധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പയാൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്നു പറഞ്ഞു. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിന്റെ അടുക്കൽ ബദ്ധപ്പെട്ടു ചെന്നു ഉണർത്തിച്ചതെന്തെന്നാൽ, ദാറിയാവേശ് രാജാവു ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയാടല്ലാതെ യാതൊരു ദേവനെയാടയ മനുഷ്യനെയാടയ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ആരു വിരയാധം കൽപ്പിക്കുകയും ചെയ്യണമെന്നു രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതവണ്ണം ആ വിരയാധകൽപ്പന ഉറപ്പിച്ചു രേഖ എഴുതിക്കേണമേ. അങ്ങനെ ദാറിയാവേശ് രാജാവു രേഖയും വിരയാധകൽപ്പനയും എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പയാൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്നു നേരെ തുറന്നിരുന്നുതാൻ മുമ്പേ ചെയ്തുവന്നതുപയാലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. അപ്പയാൾ ആ പുരുഷന്മാർ ബദ്ധപ്പെട്ടു വന്നു. ദാനിയേൽ തന്റെ ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അപേക്ഷിക്കുന്നതു കണ്ടു. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്നു രാജാവിന്റെ വിരയാധകൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയാടല്ലാതെ യാതൊരു ദേവനെയാടയ മനുഷ്യനെയാടയ അപേക്ഷ കഴിക്കുന്ന ഏതു മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയാ എന്ന് ചോദിച്ചു. അതിന്നു രാജാവു, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പുതന്നെ എന്നുത്തരം കൽപ്പിച്ചു. അതിന്നു അവർ രാജസന്നിധിയിൽ, രാജാവേ, യഹൂദാപ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയാകട്ടെ തിരുമനസ്സുകൊണ്ടു എഴുതിച്ച വിരയാധകൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചുവരുന്നു എന്ന് ഉണർത്തിച്ചു. രാജാവു ഈ വാക്കു കേട്ടപ്പയാൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സുവെച്ചു അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവയാളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബദ്ധപ്പെട്ടു ചെന്നു. രാജാവേ, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരയാധകൽപ്പനയാ നിയമമയാ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർസികളുടെയും നിയമം എന്നു ബേദ്യമായിരിക്കണം എന്നു രാജാവയാട് ഉണർത്തിച്ചു.
അങ്ങനെ രാജാവിൻ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചുവരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്നു കൽപ്പിച്ചു. അവർ ഒരു കല്ലുകൊണ്ടുവന്നു ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെക്കുറിച്ചുള്ള നിർണയത്തിനു മാറ്റം വരാതെയിരിക്കേണ്ടതിനു രാജാവ് തന്റെ മേയാതിരം കൊണ്ടും മഹത്തുക്കളുടെ മേയാതിരം കൊണ്ടും അതിന്നു മുദ്രയിട്ടു. പിന്നെ രാജാവു രാജധാനിയിൽ ചെന്നു ഉപവസിച്ചു രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുകയായി. രാജാവു അതികാലത്തു എഴുന്നേറ്റു ബദ്ധപ്പെട്ടു സിംഹഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവു ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചുവരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നു നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായ എന്നു ചോദിച്ചു. ദാനിയേൽ രാജാവിനോടു, രാജാവു ദീർഘായുസ്സായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിനു എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു അവയുടെ വായടച്ചുകളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദയാശവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പയാൾ രാജാവു അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്നു കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്നു കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ടു അവനു യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവൻ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു. അവരുടെ അസ്ഥികളൊക്കെയും തകർത്തുകളഞ്ഞു. അന്നു ദാറിയാവേശ് രാജാവു സർവ്വഭൂമിയിലും വസിക്കുന്ന സകലവംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയതെന്തെന്നാൽ, നിങ്ങൾക്കു ശുഭം വർദ്ധിച്ചുവരട്ടെ. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയായിരിക്കണമെന്നു ഞാൻ ഒരു തീർപ്പു കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജത്വം നശിച്ചുപോയാകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്നു രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ദാനിയേൽ ദാറിയാവേശിന്റെ വാഴ്ചയിലും പാർസ് രാജാവായ കെയാരിഷിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ദാനിയേൽ 7. ബാബേൽ രാജാവായ ബേൽശസ്സരിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന്നു കിടക്കയിൽ വെച്ചു ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടതു, ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നതു ഞാൻ കണ്ടു. അപ്പയാൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്നു കരേറി വന്നു. ഒന്നാമത്തേതു സിംഹത്തെയാട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നെയാക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറകു പറഞ്ഞുപയായി. അതിനെ നിലത്തുനിന്നു പൊക്കി മനുഷ്യനെ പെയാലെ നിവർത്തുനിർത്തി നിർത്തി. അതിനു മാനുഷഹൃദയവും കൊടുത്തു. രണ്ടാമത് കരടിയാട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയെല്ല് കടിച്ചുപിടിച്ചും കൊണ്ടുനിന്നു. അവർ അതിനെയാടു, എഴുന്നേറ്റു മാംസം ധാരാളം തിന്നുക എന്നു പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്തു പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിനു 4 തലയും ഉണ്ടായിരുന്നു. അതിന്നു ആധിപത്യം വെച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഖയാരവും ഭയങ്കരവും അതിബലവും ഉള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന്നു വലിയ ഇരുമ്പുപല്ലു ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ടു ശേഷമുള്ളതിനെ കാൽകൊണ്ടു ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ചു ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന്നു 10 കൊമ്പു ഉണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നെയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പും മുളച്ചുവന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരയാടെ പറഞ്ഞുപയായി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപയാലെ കണ്ണും വമ്പു പറയുന്ന വായും ഉണ്ടായിരുന്നു. ഞാൻ നെയാക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വൈയാധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമമ്പയാലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരയാമമ്പയാലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്നു പുറപ്പെട്ടു ഒഴുകി. 1000 പേർ അവന്നു ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താരസഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പു സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നെയാക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ചു തീയിൽ ഇട്ടു ചുട്ടുകളയുകയും ചെയ്യുവയാളം ഞാൻ നെയാക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളെ അവയുടെ ആധിപത്യത്തിനു നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ്സു ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടുനിന്നു.
രാത്രിദർശനങ്ങളിൽ മനുഷ്യപുത്രനെയാട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളെയാടെ വരുന്നതു കണ്ടു. അവൻ വൈയാധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തുവരുമാറാക്കി. സകലവംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതെന്നു അവന്നു ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പയാകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചുപയാകാത്തതും ആകുന്നു. ദാനിയേൽ എന്ന ഞാനയാ എന്റെ ഉള്ളിൽ എന്റെ മനസ്സു വ്യസനിച്ചു. എനിക്ക് ഉണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി. ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്കൽ ചെന്നു അവനെയാട് ഈ എല്ലാറ്റിന്റെയും സാരം ഛേദിച്ചു. അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞുതന്നു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ചു എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ചു വ്യത്യാസമുള്ളതും ഇരുമ്പുപല്ലും താമ്രനഖങ്ങളും ഉള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാൽകൊണ്ടു ചവിട്ടിക്കളയുകയും ചെയ്തതുമായ 4-ാമത്തെ മൃഗത്തെക്കുറിച്ചും അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെക്കുറിച്ചും മുളച്ചുവന്നതും 3 കൊമ്പു വീഴിച്ചതും കണ്ണും വമ്പു പറയുന്ന വായും ഉള്ളതും കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്കു വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെക്കുറിച്ചും ഉള്ള വിവരം അറിവാൻ ഞാൻ ഇച്ഛിച്ചു. വൈയാധികനായവൻ വന്നു അത്യുന്നതായവന്റെ വിശുദ്ധന്മാർക്കു ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവയാളം. ആ കൊമ്പു വിശുദ്ധന്മാരെയാട് യുദ്ധം ചെയ്തു അവരെ ജയിക്കുന്നതു ഞാൻ കണ്ടു. അവൻ പറഞ്ഞതയാ 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-ാമതായി ഉദ്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അതു സകല രാജ്യങ്ങളിലും വെച്ചു വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്നു ചവിട്ടിത്തകർത്തുകളയും. ഈ രാജ്യത്തുനിന്നുള്ള 10 കൊമ്പുകളെയാ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരെയാട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴിച്ചുകളയും. അവൻ അത്യുന്നതനായവന്നു വിരയാധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താരസഭ ഇരുന്നുകൊണ്ടു അവന്റെ ആധിപത്യം എടുത്തുകളഞ്ഞു അന്തം വരെ നശിപ്പിച്ചു മുടിക്കും. പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിൻ കീഴെല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിനു ലഭിക്കും. അവന്റെ രാജത്വം നിത്യരാജത്വം ആകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ദാനിയേൽ എന്ന ന്യായ എന്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി എന്റെ മുഖഭാവവും മാറി. എങ്കിലും ഞാൻ ആ കാര്യം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെച്ചു. ദാനിയേൽ 8. ദാനിയേൽ എന്ന എനിക്കു ആദിയിൽ ഉണ്ടായതിന്റെ ശേഷം ബേൽഷസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനം ഉണ്ടായി. ഞാൻ ഒരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിൽ ആയിരുന്നപ്പയാൾ അതു കണ്ടു. ഞാൻ ഉലായി നദീതീരത്തു നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തലപൊക്കിയപ്പയാൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്തു നിൽക്കുന്നതു കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്നു മറ്റേതിനേക്കാൾ അധികം നീണ്ടതു ഒടുക്കം മുളച്ചുവന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറെയാട്ടും വടക്കേയാട്ടും തെക്കേയാട്ടും ഇടിക്കുന്നതു ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്നു രക്ഷിക്കാകുന്നവനും ആരുമില്ല. അതു ഇഷ്ടം പയാലെ ചെയ്തു വമ്പു കാട്ടിപ്പയാന്നു. ഞാൻ നെയാക്കിക്കൊണ്ടിരിക്കുമ്പയാൾ ഒരു കെയാലാട്ടുകൊറ്റൻ പടിഞ്ഞാറുനിന്നു നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടിവന്നു. ആ കെയാലാട്ടുകൊറ്റനു കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. അതു നദീതീരത്തു നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രയാതത്തെയാടെ പാഞ്ഞു ചെന്നു. അതു ആട്ടുകൊറ്റനെയാട് അടുക്കുന്നതു ഞാൻ കണ്ടു. അതു ആട്ടുകൊറ്റനെയാട് ക്രുദ്ധിച്ചു. അതിനെ ഇടിച്ചു അതിന്റെ കൊമ്പു 2ഉം തകർത്തുകളഞ്ഞു. അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റനു ശക്തിയില്ലാതെയിരുന്നു. അതു അതിനെ നിലത്തു തള്ളിയിട്ടു ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്നു ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കെയാലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായിത്തീർന്നു. എന്നാൽ അതു ബലപ്പെട്ടപ്പയാൽ വലിയ കൊമ്പു തകർന്നുപയായി. അതിനു പകരം ആകാശത്തിലെ 4 കാറ്റിനു നേരെ ഭംഗിയുള്ള 4 കൊമ്പും മുളച്ചുവന്നു. അവയിൽ ഒന്നിൽ നിന്നു ഒരു ചെറിയ കൊമ്പു പുറപ്പെട്ടു. അതു തെക്കേയാട്ടും കിഴക്കേയാട്ടും മനയാഹർദേശത്തിനു നേരെയും ഏറ്റവും വലുതായിത്തീർന്നു. അതു ആകാശത്തിലെ സൈന്യത്തെയാളം വലുതായിത്തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്തു തള്ളിയിട്ടു ചവിട്ടിക്കളഞ്ഞു. അതു സൈന്യത്തിന്റെ അധിപതിയാളം തന്നെത്താൻ വലുതാക്കി. അവനുള്ള നിരന്തരഹയാമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധമന്ദിരം ഇടിച്ചുകളയുകയും ചെയ്തു. അതിക്രമം ഹേതുവായി നിരന്തരഹയാമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അതു സത്യത്തെ നിലത്തു തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും.
അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നതു ഞാൻ കേട്ടു. സംസാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനെയാട് മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധമന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിനു ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തരഹയാമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ചു ദർശനത്തിൽ കണ്ടിരിക്കുന്നതു എത്രത്തെയാളം നിൽക്കും എന്നു ചോദിച്ചു. അതിന്നു അവൻ അവനെയാടു 2300 സന്ധ്യയും ഉഷസ്സും തികയവയാളം തന്നെ, പിന്നെ വിശുദ്ധമന്ദിരം യഥാസ്ഥാനപ്പെടും. എന്നാൽ ദാനിയേലെന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ടു അർത്ഥം ആലയാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നതു കണ്ടു. ഗബ്രിയേലേ, ഇവന്നു ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്നു ഊലായി തീരത്തുനിന്നു വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പയാൾ ഞാൻ നിന്നിടത്തു അവൻ അടുത്തുവന്നു. അവൻ വന്നപ്പയാൾ ഞാൻ ഭയപ്പെട്ടു സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നെയാടു, മനുഷ്യപുത്രാ, ഗ്രഹിച്ചുകൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്നു പറഞ്ഞു. അവൻ എന്നെയാട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയാധം കെട്ടു നിലത്തു കവിണ്ണു വീണു. അവൻ എന്നെ തൊട്ടു എഴുന്നേൽപ്പിച്ചു നിർത്തി. പിന്നെ അവൻ പറഞ്ഞതു, കിയാമത്തിന്റെ അന്ത്യകാലത്തിങ്കൽ സംഭവിപ്പാനിരിക്കുന്നതു ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അതു അന്ത്യകാലത്തേക്കുള്ളതല്ലോ. രണ്ടുകൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. പരുപരുത്ത കെയാലാട്ടുകൊറ്റൻ യവനരാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പു ഒന്നാമത്തെ രാജാവും ആകുന്നു. അതു തകർന്ന ശേഷം അതിനു പകരം 4 കൊമ്പു മുളച്ചതയാ. 4 രാജ്യം ആ ജാതിയിൽ നിന്നു ഭവിക്കും, അതിന്റെ ശക്തിയെയാടെ അല്ലതാനും. എന്നാൽ അവരുടെ രാജത്വത്തിന്റെ അന്ത്യകാലത്തു അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പയാൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ളയാരു രാജാവു എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്ത ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അതു അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സുഹൃദയത്തിൽ വമ്പു ഭാവിച്ചു നിശ്ചിന്തയാടെയിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താധികർത്താവിനെയാടു എതിർത്തുനിന്നു കൈ തൊടാതെ തകർന്നുപയാകുകയും ചെയ്യും. സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ചു പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചുവെക്ക. എന്നാൽ ദാനിയേലെന്ന ഞാൻ ഭയാധം കെട്ടു കുറെ ദിവസം ദീനമായി കിടന്നു. അതിന്റെ ശേഷം ഞാൻ എഴുന്നേറ്റു രാജാവിന്റെ പ്രവൃത്തിനെയാക്കി. ഞാൻ ദർശനത്തെക്കുറിച്ച് വിസ്മയിച്ചു, ആർക്കും അത് മനസ്സിലായില്ലാനും. ദാനിയേൽ 9. കൽദേ രാജ്യത്തിനു രാജാവായി തീർന്നവനും മേദ്യസന്ധിയിൽ ഉള്ള അഹശ്വേരയാശിന്റെ മകനുമായ ദാറിയാവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ, ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാപ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്നു ഗ്രഹിച്ചു. അപ്പയാൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ടു പ്രാർത്ഥനയാടും യാചനകളെയാടും കൂടെ അപേക്ഷിക്കേണ്ടതിനു ദൈവമായ കർത്താവിങ്കലേക്ക് മുഖം തിരിച്ചു. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചു ഏറ്റുപറഞ്ഞതെന്തെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഞങ്ങളുടെ രാജാക്കന്മാരെയാടും പ്രഭുക്കന്മാരെയാടും പിതാക്കന്മാരെയാടും ദേശത്തിലെ സകലജനത്തെയാടും നിന്റെ നാമത്തിൽ സംസാരിച്ച് നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്കു ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. കർത്താവേ, നിന്റെ പക്കൽ നീതിയുണ്ടു. ഞങ്ങൾക്കയാ ഇന്നുള്ളതു പേയാലെ ലജ്ജയത്രേ. നിന്നെയാടു ദ്രേഹിച്ചിരിക്കുന്ന ദ്രേഹം ഹേതുവായി നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകലദേശങ്ങളിലും സമീപസ്ഥരും ദൂരസ്ഥരുമായ യഹൂദാ പുരുഷന്മാർക്കും യെരൂശലേം നിവാസികൾക്കും എല്ലാ ഇസ്രായേലിനും തന്നെ. കർത്താവേ, ഞങ്ങൾ നിന്നെയാടു പാപം ചെയ്തിരിക്കയാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടതന്നെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മേയാചനവും ഉണ്ടു. ഞങ്ങളെ അവനെയാടു മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവനെയാട് പാപം ചെയ്തിരിക്കയാൽ ദൈവത്തിന്റെ ദാസനായ മെയാശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തിയതിനാൽ ഞങ്ങൾക്കും ഞങ്ങൾക്കു ന്യായപാലനം നടത്തിവന്ന ന്യായാധിപന്മാർക്കും വിരയാധമായി താൻ അരുളിച്ചെയ്ത വചനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു. യെരൂശലേമിൽ സംഭവിച്ചതുപോലെയാലെ ആകാശത്തിൻ കീഴിലെങ്ങും സംഭവിച്ചിട്ടില്ലല്ലോ.
മേയാശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങൾക്കു ഈ അനർത്ഥം ഒക്കെയും വന്നിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞു നിന്റെ സത്യത്താൽ ബുദ്ധി പഠിക്കേണ്ടതെന്നു ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല. അതുകൊണ്ടു യഹോവ അനർത്ഥത്തിനായി ജാഗരിച്ചിരുന്നു, അതു ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നീതിമാനാകുന്നു. ഞങ്ങളെ അവന്റെ വചനം കേട്ടനുസരിച്ചില്ല. നിന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ട് മിസ്രയീം ദേശത്തുനിന്നു കൊണ്ടുവന്നു. ഇന്നുള്ളതുപോലെ നിനക്ക് ഒരു നാമം ഉണ്ടാക്കിയവനായി ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ സർവ്വനീതിക്കും ഒത്തവണ്ണം നിന്റെ ക്രയാധവും നിന്റെ വിശുദ്ധപർവ്വതമായ യെരൂശലേം നഗരത്തിൽ നിന്നു നീങ്ങിപ്പയാകുമാറാകട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തവും യെരൂശലേമും നിന്റെ ജനവും ഞങ്ങൾക്ക് ചുറ്റും ഉള്ള എല്ലാവർക്കും നിന്ദയായി തീർന്നിരിക്കുന്നുവല്ലോ. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധമന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിക്കുമാറാക്കേണമേ. എന്റെ ദൈവമേ, ചെവി ചായിച്ചു കേൾക്കേണമേ. കണ്ണു തുറന്നു ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കേണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളിൽ അല്ല, നിന്റെ മഹാകരുണയിൽ അത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബയാധിപ്പിക്കുന്നു. കർത്താവേ, കേൾക്കേണമേ. കർത്താവേ, ക്ഷമിക്കേണമേ. കർത്താവേ, ചെവിക്കൊണ്ടു പ്രവർത്തിക്കേണമേ. എന്റെ ദൈവമേ, നിന്നെത്തന്നെ ഓർത്തു തമാസിക്കരുതേ. നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധപർവ്വതത്തിനു വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിങ്കൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്തു എന്നെയാടു അടുത്തുവന്നു. അവൻ വന്നു എന്നെയാടു പറഞ്ഞതെന്തെന്നാൽ, ദാനിയേലേ, നിനക്കു ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതെന്നു ഞാൻ ഇപ്പയാൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നെയാട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ചു ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്തു പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിനു പ്രായശ്ചിത്തം ചെയ്തു നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധനഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചുകൊള്ളേണ്ടതെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നതു മുതൽ അഭിഷിക്തനായ പ്രഭുവരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ടു അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ടു അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവന്നു ആരും ഇല്ലെന്നു വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധമന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തെയാടെ ആയിരിക്കും. അവസാനത്തെയാളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു ആഴ്ചവട്ടത്തേക്കു പലരെയാടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭയാചനയാഗവും നിർത്തലാക്കിളക്കുകയും മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയാളം ശൂന്യമാക്കുന്നവന്റെ മേൽ ക്യാപം ചൊരിയും. ദാനിയേൽ 10. പാർസി രാജാവായ കെയാരെഷിന്റെ 3-ാം ആണ്ടിൽ ബേൽത്ത്ശസ്സർ എന്നു പേരുള്ള ദാനിയേലിനു ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതും ആയിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ചു ദർശനത്തിനു ശ്രദ്ധവെച്ചു. ആ കാലത്തു ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവയാളം ഞാൻ സ്വാദുഭയാജനം ഭക്ഷിക്കയാ മാംസവും വീഞ്ഞും ആസ്വദിക്കയാ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദീതീരത്തു ഇരിക്കയിൽ തലപൊക്കി നെയാക്കിപ്പയാൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്കു ഉഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗയാമേദകം പയാലെയും മുഖം മിന്നൽ പ്രകാശം പയാലെയും കണ്ണു തീപ്പന്തം പയാലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പയാലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പയാലെയും ആയിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നെയാടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ടു അവർ ഓടിയൊളിച്ചു. അങ്ങനെ ഞാൻ തനിച്ചു ശേഷിച്ചിരുന്നു. ഈ മഹാദർശനം കണ്ടു. എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എന്റെ മുഖക്ഷയ ക്ഷയിച്ചുപയായി. എനിക്ക് ഒട്ടും ബലം ഇല്ലാതെയും ആയി. എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പയാൽ ഞാൻ ഭയാതം കെട്ടു നിലത്തു കവിണ്ണു വീണു.
എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളംകൈയും ഊന്നി വിരയലയാടെ നിൽക്കുമാറാക്കി. അവൻ എന്നെയാടു, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നെയാടു പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ചു നിവിർന്നു നിൽക്ക, ഞാൻ ഇപ്പയാൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞു. അവൻ ഈ വാക്കു എന്നെയാടു സംസാരിച്ചപ്പയാൾ ഞാൻ വിറച്ചുകൊണ്ട് നിവിർന്നു നിന്നു. അവൻ എന്നെയാടു പറഞ്ഞതു, ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതെന്നും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതെന്നും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്കു കേട്ടിരിക്കുന്നു. നിന്റെ വാക്കു ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസ്യരാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നെയാടു എതിർത്തുനിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസ്യരാജാക്കന്മാരെയാടുകൂടെ അവിടെ വിട്ടേച്ചു. നിന്റെ ജനത്തിനു ഭാവികാലത്തു സംഭവിപ്പാനുള്ളതു നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനു ഇപ്പയാൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. അവൻ ഈ വാക്കുകളെ എന്നെയാടു സംസാരിക്കുമ്പയാൾ ഞാൻ മുഖം കുനിച്ചു ഉമനായിത്തീർന്നു. അപ്പയാൾ മനുഷ്യരെയാട് സദൃശനായ ഒരുത്തൻ എന്റെ അധരങ്ങളെ തൊട്ടു. ഉടനെ ഞാൻ വായ് തുറന്നു സംസാരിച്ചു. എന്റെ മുമ്പിൽ നിന്നവനെയാടു, യജമാനനെ, ഈ ദർശനം നിമിത്തം എനിക്കു അതിവേദന പിടിപെട്ടു ശക്തിയില്ലാതായിരിക്കുന്നു. അടിയന്നു യജമാനയാട് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? എനിക്ക് പെട്ടെന്നു ശക്തിയില്ലാതായി ശ്വാസം ശേഷിച്ചിരിപ്പില്ല എന്നു പറഞ്ഞു. അപ്പയാൾ മനുഷ്യസാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്നു എന്നെ തൊട്ടു ബലപ്പെടുത്തി. ഏറ്റവും പ്രിയപുരുഷാ, ഭയപ്പെടേണ്ട, നിനക്കു സമാധാനം. ബലപ്പെട്ടിരിക്ക എന്നു പറഞ്ഞു. അവൻ എന്നെയാടു സംസാരിച്ചപ്പയാൾ ഞാൻ ബലപ്പെട്ടു. യജമാനനെ, സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്നു പറഞ്ഞു. അതിന്നു അവൻ എന്നെയാടു പറഞ്ഞതു, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നതു എന്തിനെന്നു നീ അറിയുന്നുവയാ? ഞാൻ ഇപ്പയാൾ പാർസിപ്രഭുവിനെയാട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പയാകും. ഞാൻ പുറപ്പെട്ട ശേഷമേയാ യവനപ്രഭു വരും. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതു ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നെയാടുകൂടെ ഉറച്ചുനിൽക്കുന്നവൻ ആരുമില്ല. ദാനിയേൽ 11. ഞാനേയ മേദ്യനായ ദാറിയാവേശിന്റെ 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റുനിന്നു. ഇപ്പയാഴയാ, ഞാൻ നിന്നെയാടു സത്യം അറിയിക്കാം. പാർസ്ദേശത്തു ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-മത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനംകൊണ്ടു ശക്തിപ്പെട്ടു വരുമ്പയാൾ എല്ലാവരെയും യവനരാജ്യത്തിനു നേരെ ഉദ്യോഗിപ്പിക്കും. പിന്നെ വിക്രമനായൊരു രാജാവു എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തെയാടെ വാണു ഇഷ്ടം പയാലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പയാൾ തന്നെ അവന്റെ രാജ്യം തകർന്നു ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചുപയാകും. അതു അവന്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പയാലെയുമല്ല. അവന്റെ രാജത്വം നിർമൂലമായി അവർക്കല്ല അന്യർക്കും അധീനമാകും. എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവു പ്രാബല്യം പ്രാപിക്കും. അവന്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവന്റെ ആധിപത്യം മഹാധിപത്യമായിത്തീരും. കുറെക്കാലം കഴിഞ്ഞിട്ടു അവർ തമ്മിൽ ഏകയാപിക്കും. തെക്കേ ദേശത്തിലെ രാജാവിന്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിന്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും. എങ്കിലും അതു നിൽക്കയില്ല. അവനും അവന്റെ സാഹിത്യവും നിലനിൽക്കുകയുമില്ല. അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവനും ഭീതിവിഷയങ്ങളായിത്തീരും. എന്നാൽ അവന്നു പകരം അവളുടെ വേരിൽ നിന്നു മുളച്ച തൈയായ ഒരുവൻ എഴുന്നേൽക്കും. അവൻ ബലം പ്രാപിച്ചു വടക്കേ ദേശത്തിലെ രാജാവിന്റെ കേട്ടയിൽ കടന്നു അവരുടെ നേരെ പ്രവർത്തിച്ചു ജയിക്കും. അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നും കൊണ്ടുള്ള മനയാഹാരവസ്തുക്കളെയും അവൻ എടുത്തു മിസ്രയീമിലേക്ക് കൊണ്ടുപോയാകും. പിന്നെ അവൻ കുറെ സംവത്സരത്തെയാളം വടക്കേ ദേശത്തിലെ രാജാവിനെയാട് പൊരുതാതിരിക്കും. അവൻ തെക്കേ ദേശത്തിലെ രാജാവിന്റെ രാജ്യത്തേക്ക് ചെന്നു സ്വദേശത്തേക്ക് മടങ്ങിപ്പയാരും. അവന്റെ പുത്രന്മാരെയാ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരം അടങ്ങിയ മഹാസൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. അതു വന്നു കവിഞ്ഞു കടന്നുപയാകും. പിന്നെ അവൻ മടങ്ങിച്ചെന്നു അവന്റെ കേട്ടവരെ യുദ്ധം നടത്തും. അപ്പയാൾ തെക്കേ ദേശത്തിലെ രാജാവു ദ്വേഷ്യം പൂണ്ടു പുറപ്പെട്ടു വടക്കേ ദേശത്തിലെ രാജാവിനെയാട് യുദ്ധം ചെയ്യും. അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തും. എന്നാൽ ആ സമൂഹം മറ്റവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ ജനസമൂഹം മുടിഞ്ഞുപയാകും. അവന്റെ ഹൃദയം ഗർവിച്ചു. അവൻ 10,000 പേരെ വീഴുമാറാക്കും. എങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കയില്ല. വടക്കേ ദേശത്തിലെ രാജാവ് മടങ്ങിവന്നു മുമ്പിലത്തേതിനേക്കാൾ വലിയൊരു ജനസമൂഹത്തെ അണിനിരത്തും. ചില സംവത്സരം കഴിഞ്ഞിട്ടു അവൻ വലിയൊരു സൈന്യത്തെയാടും വളരെ സമ്പത്തെയാടും കൂടെ പേയാരും. ആ കാലത്തു പലരും തെക്കേ ദേശത്തിലെ രാജാവിന്റെ നേരെ എഴുന്നേൽക്കും. നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും. എങ്കിലും അവർ ഇടറിവീഴും.
എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്നു വാടകയാരി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും. തെക്കേ പടക്കൂട്ടങ്ങളും അവന്റെ ശ്രേഷ്ഠജനവും ഉറച്ചുനിൽക്കയില്ല. ഉറച്ചുനിൽപ്പാൻ അവർക്കു ശക്തിയുണ്ടാകുകയുമില്ല. അവന്റെ നേരെ വരുന്നവൻ ഇഷ്ടം പേയാലെ പ്രവർത്തിക്കും. ആരും അവന്റെ മുമ്പാകെ നിൽക്കയില്ല. അവൻ മനയാഹർ ദേശത്തു നിൽക്കും. അവന്റെ കൈയിൽ സംഹാരം ഉണ്ടായിരിക്കും. അവൻ തന്റെ സർവ്വരാജ്യത്തിന്റെയും ശക്തിയാടുകൂടെ വരുവാൻ താൽപര്യം വയ്ക്കും. എന്നാൽ അവൻ അവനെയാടു ഒരു ഉടമ്പടി ചെയ്തു. അവന്നു നാശത്തിനായി തന്റെ മകളെ ഭാര്യയായി കൊടുക്കും. എങ്കിലും അവൾ നിൽക്കയില്ല, അവന്നു ഇരിക്കുകയുമില്ല. പിന്നെ അവൻ തീരപ്രദേശങ്ങളിലേക്ക് മുഖം തിരിച്ചു പലതും പിടിക്കും. എന്നാൽ അവൻ കാണിച്ച നിന്ദ ഒരു അധിപതി നിർത്തലാക്കും. അത്രയുമല്ല, അവന്റെ നിന്ദ അവന്റെ മേൽ തന്നെ വരുത്തും. പിന്നെ അവൻ സ്വദേശത്തിലെ കേയാട്ടകളുടെ നേരെ മുഖം തിരിക്കും. എങ്കിലും അവൻ ഇടറിവീണു ഇല്ലാതെയാകും. അവന്നു പകരം എഴുന്നേൽക്കുന്നവൻ തന്റെ രാജ്യത്തിന്റെ മനയാഹരഭാഗത്തുകൂടി ഒരു അഭാരിയെ അയക്കും. എങ്കിലും കുറെ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും. കേയാപത്താലല്ല, യുദ്ധത്താലുമല്ല. അവന്നു പകരം നിന്ദ്യനായ ഒരുത്തൻ എഴുന്നേൽക്കും. അവന്നു അവർ രാജത്വത്തിന്റെ പദവി കൊടുപ്പാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും അവൻ സമാധാനാലത്തു വന്നു ഉപായത്തെയാടെ രാജത്വം കൈവശമാക്കും. പ്രാളയതുല്യമായ സൈന്യങ്ങളും നിയമത്തിന്റെ പ്രഭുവും കൂടെ അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ടു തകർന്നുപയാകും. ആരെങ്കിലും അവനെയാട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ പുറപ്പെട്ടു അല്പം പടജ്ജനവുമായി വന്നു ജയം പ്രാപിക്കും. അവൻ സമാധാനകാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്നു തന്റെ പിതാമഹന്മാരെയ ഒരുനാളും ചെയ്യാത്തതു ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്കു വിതറിക്കൊടുക്കും. അവൻ കേയാട്ടകളുടെ നേരെ ഉപായം പ്രയാഗിക്കും. എന്നാൽ കുറെക്കാലത്തേക്കേയുള്ളൂ. അവൻ ഒരു മഹാസൈന്യത്തെയാട് കൂടെ തെക്കേ ദേശത്തിലെ രാജാവിന്റെ നേരെ തന്റെ ശക്തിയും ധൈര്യവും പ്രയാഗിക്കും. തെക്കേ ദേശത്തിലെ രാജാവും ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ സൈന്യത്തെയാടുകൂടെ യുദ്ധത്തിനു പുറപ്പെടും. എങ്കിലും അവർ അവന്റെ നേരെ ഉപായം പ്രയാഗിക്കൊണ്ടു അവൻ ഉറച്ചു നിൽക്കയില്ല. അവന്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും. അവന്റെ സൈന്യം ഒഴുകിപ്പേകും. പലരും നിഹതന്മാരായി വീഴും. ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചുംകൊണ്ട് ഒരേ മേശയിങ്കൽ വെച്ച് ഭയാഷ്കു സംസാരിക്കും. എങ്കിലും അതു സാധിക്കയില്ല. നിയമിക്കപ്പെട്ട സമയത്തു മാത്രമേ അവസാനം വരികയുള്ളൂ. പിന്നെ അവൻ വളരെ സമ്പത്തെയാടും കൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പയാകും. അവൻ വിശുദ്ധ നിയമത്തിനു വിരയാധമായി മനയാഗതം വെച്ചു. അതു അനുഷ്ഠിച്ചു സ്വദേശത്തേക്ക് മടങ്ങിപ്പയാകും. നിയമിക്കപ്പെട്ട കാലത്തു അവൻ വീണ്ടും തെക്കേയാട്ടു വരും. എങ്കിലും ഈ പ്രാവശ്യം മുമ്പിലത്തെ പേയാലെ സാധ്യമാകയില്ല. കിത്തീം കപ്പലുകൾ അവന്റെ നേരെ വരും. അതുകൊണ്ട് അവൻ വ്യസനിച്ചു മടങ്ങിച്ചെന്നു വിശുദ്ധനിയമത്തിനു നേരെ ക്രുദ്ധിച്ചു പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്നു വിശുദ്ധനിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു വിശുദ്ധമന്ദിരമായ കേയാട്ടയെ അശുദ്ധമാക്കി നിരന്തരഹയാമം നിർത്തൽ ചെയ്തു ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. നിയമത്തിനു വിരയാധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ടു വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചുനിന്നു വീര്യം പ്രവർത്തിക്കും. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും വ്യാധം വരുത്തും. എങ്കിലും കുറെക്കാലത്തേക്കു അവർ വാൾ കൊണ്ടും തീകൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ചകൊണ്ടും വീണുകൊണ്ടിരിക്കും. വീഴുമ്പയാൽ അവർ അല്പസഹായത്താൽ രക്ഷപ്രാപിക്കും. പലരും കപടഭാവത്തെയാടെ അവരെയാട് ചേർന്നുകൊള്ളും. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിചയാധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതെന്നു ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. നിശ്ചയിക്കപ്പെട്ട കാലത്തു മാത്രം അന്തം വരും. രാജാവേ, ഇഷ്ടം പേയാലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏതു ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാധിദൈവത്തിന്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കേയാപം നിവൃത്തിയാകുവയാളം അവന്നു സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നതു സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൽ മഹത്വീകരിക്കാൽ തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. അതിനു പകരം അവൻ കേയാട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവന്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനയാഹരവസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവൻ ഒരു അന്യദേവന്റെ ജനത്തെ കേയാട്ടകളുടെ കൊത്തളങ്ങളിന്മേൽ ആക്കിവെക്കും. അവനെ സ്വീകരിക്കുന്നുവെന്നു അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവു അവനെയാടു എതിർത്തുമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവു രഥങ്ങളെയാടും കുതിരച്ചേവകരെയാടും വളരെ കപ്പലുകളെയാടും കൂടെ ചുഴലിക്കാറ്റുപയാലെ അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്നു കവിഞ്ഞു കടന്നുപയാകും. അവൻ മനയാഹർ ദേശത്തിലേക്കും കടക്കും.
10,000 പേർ ഇടറിവീഴും. എങ്കിലും എദയാമും മെയാവാബും അമ്മയാന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്നു വഴുതിപ്പയാകും. അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും, മിസ്രയീം ദേശവും ഒഴിഞ്ഞുപയാകയില്ല. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രയീമിലെ മനയാഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബ്യരും കൂശ്യരും അവന്റെ അനുചാരികൾ ആയിരിക്കും. എന്നാൽ കിഴക്കുനിന്നും വടക്കുനിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ചു നിർമൂലനാശം വരുത്തേണ്ടതെന്നും മഹാക്രയാതത്തെയാടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധപർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയുമില്ല. ദാനിയേൽ 12. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്കു തുണനിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതുമുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്നു നിന്റെ ജനം പുസ്തകത്തിൽ എഴുതിക്കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭുപയാലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പയാലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീയാ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ചു പുസ്തകത്തിനു മുദ്രയിടുക. പലരും അതിനെ പരിശയാദിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അനന്തരം ദാനിയേലെന്ന് ഞാൻ നെയാക്കിയപ്പയാൾ മറ്റു രണ്ടാൾ, ഒരുത്തൻ നദീതീരത്തു ഇക്കരെയും മറ്റവൻ നദീതീരത്തു അക്കരെയും നിൽക്കുന്നതു കണ്ടു. എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ചു നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷനെയാടു. ഈ അതിശയകാര്യങ്ങളുടെ അവസാനം എപ്പയാൾ വരും എന്നു ചേദിച്ചു. ക്ഷണവസ്ത്രം ധരിച്ചു നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗ്ഗത്തേക്കുയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർദ്ധവും ചെല്ലും. അവർ വിശുദ്ധജനത്തിന്റെ ബലത്തെ തകർത്തുകളഞ്ഞ ശേഷം ഈ കാര്യങ്ങൾ ഒക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നതു ഞാൻ കേട്ടു. ഞാൻ കേട്ടു, എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ, യജമാനനെ, ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്നു ചേദിച്ചു. അതിന്നു അവൻ ഉത്തരം പറഞ്ഞതു, ദാനിയേലേ, പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്കു അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ചു നിർമ്മലീകരിച്ചു ശയാധന കഴിക്കും. ദുഷ്ടന്മാരെയാ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അതു തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരെയാ ഗ്രഹിക്കും. നിരന്തരഹയാമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തെയാളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. നീയാ അവസാനം വരുവയാളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ചു കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റുവരും.